ഹായ്, എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതായത് നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം ഷോ ആയ ബിഗ് ബോസ് ഷോ, ആ ഷോയിൽ പങ്കെടുത്ത നടിമാർ പറയുകയാണ്, ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് MDMA അങ്ങനെ കയറ്റിയെന്ന്. ഒരു നടി പറയുന്നു, അതായത് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത ഒരു നടി പറയുന്നു, എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് MDMA അടിച്ചത്, അതിനുശേഷം എന്നോടും അടിക്കടി നല്ല രസമാണ് എന്ന് പറയുന്നു എന്ന് ആ ഒരു നടിയും പറയുകയാണ്. ഈ MDMA എന്തിനടിക്കുന്നു എന്നല്ലേ, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സെക്സ് ചെയ്യുമ്പോൾ നല്ല സുഖം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സമയം കിട്ടാൻ വേണ്ടിയിട്ടും അടിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു പെൺകുട്ടി പറയുന്ന ഞെട്ടിക്കുന്ന ഭാഗം ഞാനിപ്പോൾ വെച്ച് തരാം. നമ്മുടെ രമേശ് ചെന്നിത്തല എന്തായാലും ലാലേട്ടന്റെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവും, അന്വേഷിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ആ പെൺകുട്ടി പറയുന്ന ഒരു ഞെട്ടിക്കുന്ന രീതി ഞാനിപ്പോൾ വെച്ചു തരാം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം ഞെട്ടിക്കുന്ന കുറെ വാർത്ത വരുന്നുണ്ട്. ഒന്ന്, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കങ്ങ് പാലിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ VD സതീശൻ പറഞ്ഞത് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് 1 മാസം പോലും ആയിട്ടില്ല, അതിനുള്ളിൽ നടപ്പാക്കുകയാണ്. എന്താണ് അത് ഞാൻ പറഞ്ഞുതരാം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം അതായത് തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള VV രാജേഷ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ ഹോട്ടലിൽ റൈഡ് ചെയ്യുകയാണ്. ഹോട്ടലിൽ നിന്ന് കിട്ടിയത് 3-4 ദിവസത്തെ ഫുഡ് നമുക്ക് ചൂടാക്കി തരികയാണ്. അത് നമ്മുടെ മേയർ കയ്യോട് പിടിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം അൻസാരി സുഹരി ഉസ്താദ് ഒരു പാവപ്പെട്ട ഒരു ഹൈന്ദവ ഫാമിലിയെ സഹായിക്കുകയാണ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കുകയാണ്. ആ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ വെച്ച് തരാം. നമുക്കാദ്യം ബിഗ് ബോസ് താരങ്ങൾ MDMA അടിക്കുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ കാണണം പൊന്നു മനുഷ്യന്മാരെ. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോ നാലാളിലേക്ക് എത്താൻ വേണ്ടിയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDMA യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സാർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ. ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ
തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ കേണപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല പല നല്ല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സർ ഇത് ചെയ്യണമെന്ന് ഞാൻ കേണപേക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിത് സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഓക്കെ, ഈ സ്ത്രീയുടെ പേര് സജിന നൂർ എന്നാണ്. ഇവർ പറയുന്നത് ദിയാസന എന്ന ഈ പെണ്ണും ഒരു പയ്യനും MDMA അടിച്ചു, അതിനുശേഷം എന്നോടും അടിക്കാൻ നിർബന്ധിച്ചു. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും ടെസ്റ്റ് ചെയ്യൂ, അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് അവർ കഴിച്ചത് നിങ്ങൾക്കറിയാം, അതായത് MDMA അടിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു കാര്യം പറയാം, ഇത് തള്ളരുത്, ഇതിനെ അന്വേഷിക്കണം, നല്ല രീതിക്ക് അന്വേഷിക്കണം. MDMA അടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ദിയാസനക്ക് കിട്ടുന്നത്, ഇത് പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കണം. പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഒരു ഉസ്താദ് VD സതീശൻ ചെയ്തത് തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാർക്കും സംഭവിക്കും, അതായത് ഉസ്താദ് പറഞ്ഞതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞത് തെറ്റെന്ന് ഞാൻ തിരുത്തി കൊടുക്കാം. ഇപ്പം മനുഷ്യന്മാരല്ലേ, ഉപ്പ് നിന്ന മനുഷ്യന്മാരുടെ വായിൽ നിന്ന് തെറ്റ് വരും. എന്താണ് ഉസ്താദ് പറഞ്ഞത് അത് ഞാൻ വെച്ചിട്ട് അതിൻ്റെ ശരി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പൈസയില്ലാത്തവരുണ്ട്, വർഷങ്ങളാ ഒരു വീടിന് വേണ്ടി പഞ്ചായത്ത് മുഴുവനും കയറി ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ എത്രയോ പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാടും നഗരവും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, വീടില്ലാതെ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട്. ഒരു സിനിമാ നടന് വേണ്ടിയിട്ട് 1 കോടി രൂപ ചെലവാക്കി എന്തിനാണ് സ്മാരകമെന്ന് ഞാൻ ചോദിക്കുകയാണോ? എന്താണ് അതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതോ? ആ പൈസ ഉണ്ടെങ്കിൽ എത്രയോ രോഗികൾക്ക് അതൊരാശ്വാസമാണോ? ആ പൈസ നല്ലതിന് വേണ്ടി ചെലവാക്കിയ എത്രയോ പാവപ്പെട്ടവരുടെ കണ്ണീരാണ് നമുക്ക് ഒപ്പാൻ കഴിയുന്നതോ? ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്നവരോ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരോ, വയനാട് ചൂരൽമലയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇന്നും വീട് ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ ഈ പാവങ്ങളുടെ കണ്ണുനീര് നമ്മൾ കാണാത്തതെന്താണ്? ഒരു കാര്യം കൂടി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഈ ചെലവാക്കുന്ന പൈസയുണ്ടല്ലോ, നിസ്സാരമായി നിങ്ങൾ കോടികൾ ചെലവാക്കുമ്പോ ഇത് സാധാരണക്കാരന്റെ പൈസയാണെന്ന് മറന്നു പോകല്ലേ, ഇത് പൊതുജനങ്ങളുടെ പൈസയാണെന്ന് നിങ്ങൾ മറന്നു പോകല്ലേ. ഓക്കെ, ഉസ്താദിനോടൊരു കാര്യം ഞാൻ പറയാം. ഉസ്താദേ, അതായത് VD സതീശൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര കോടി, അതായത് ക്യാൻസർ പോലെ അങ്ങനെയുള്ള രോഗം ആർക്കും വരല്ലേ, അങ്ങനെ രോഗം വന്നവർക്ക് ഇത്ര, അതിനുശേഷം ആരോഗ്യ മേഖലയിലേക്ക് ഇത്ര, അതൊക്കെ മാറ്റിവെച്ചിട്ടാണ്. അതായത് പൊന്നുസ്താദെ, നിങ്ങൾ പറയുന്നത് കേട്ടാൽ സാധാരണക്കാരായ ജനങ്ങൾ വിചാരിക്കുന്നത് VD സതീശൻ സർക്കാർ പാവങ്ങൾക്കൊന്നും മാറ്റിവെക്കാതെയാണ് സെലിംകുമാറിന് 1 കോടി. അതല്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള ഇത് പ്രചരിപ്പിക്കരുത്. ഓക്കെ, നിങ്ങൾക്കും അവകാശമുണ്ട്, നിങ്ങൾ അതാണ് പറഞ്ഞത്, പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പൊന്നു മനുഷ്യന്മാരെ, അൻസാരി സുഹരി ഉസ്താദ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കുന്ന ഞെട്ടിക്കുന്നൊരു വീഡിയോ നിങ്ങൾ കാണണം. അതിനുശേഷം VV രാജേഷ് ചെയ്യുന്നൊരു പുണ്യപ്രവൃത്തി ഞാൻ വെച്ച് തരാം. ഓക്കെ, സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒന്നിരിക്കൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യുക, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെങ്കിലും നിങ്ങൾ സഹായിക്കുക. ഞാനിപ്പം കൊല്ലം നടക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് സുനിലേട്ടൻ്റെ മകൾ സൂര്യയുടെ അടുക്കാണ് നിൽക്കുന്നത്. ഈ പൊന്നുമോക്ക് കരൾ സംബന്ധമായ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അപ്പം ബഹുമാനപ്പെട്ട ഈ നടക്കൽ മഹലിലെ ഖത്തീബ് ഹാഷിം ഉസ്താദും ഇവിടുത്തെ ആദരണീയനായ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ വിളിച്ചിട്ട് ഇവിടെ വന്നതാണ്. അച്ഛനും അമ്മയൊക്കെ അരികിൽ പോകൊണ്ട് അവർക്ക് വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണുള്ളത്. ഈ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കപ്പുറം തീരുമാനങ്ങൾ ഉണ്ടായി പോകുമെന്നുള്ള വല്ലാത്ത വേദന, നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന കൂലിപ്പണിയാണ് അദ്ദേഹത്തിന്, വേറെ വരുമാനങ്ങളൊന്നുമില്ല. സൂര്യമോളുടെയും കുടുംബത്തിനെയും കഥ കേട്ടപ്പോൾ വല്ലാതെ നെഞ്ചുലച്ച ഒരു ഭാഗം എന്തെന്ന് വെച്ചാൽ, സൂര്യമോളുടെ അച്ഛൻ സുനിലേട്ടൻ കെട്ടിടപ്പണിക്കാരനാണ്. ജോലിക്കിടെ അദ്ദേഹം മറിഞ്ഞു വീണ് അദ്ദേഹം രോഗിയാണിപ്പോൾ. അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. അതായത് ഒരു കുടുംബം മുഴുവനും രോഗികളാണ്. ഒരു വീടിൻ്റെ അവസരങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു വീടുണ്ടാവും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു മാർഗ്ഗമില്ലാത്തൊരു കുടുംബമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സറിഞ്ഞ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സറിഞ്ഞ് നമ്മളെല്ലാവരും ഒന്ന് അണിചേരുകയാണെങ്കിൽ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയും. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.
നമ്മുടെ വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട്, ദാനധർമ്മം കൊണ്ട് അള്ളാഹു താല അതിൽ നിന്നൊക്കെ അതിജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും എന്നെ സഹായിക്കണം. അത്രയ്ക്ക് വേദനയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര വേദനയൊക്കെയാണ്. എല്ലാവരും കഴിയുന്ന സഹായം തരണം. എനിക്കിനി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉയർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്ന സഹായത്തിലേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ മക്കൾ ഇന്ന് രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് പോയ മക്കളാണ്. അതുപോലെ സൂര്യമോക്കും പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ അസുഖം കാരണം അവർക്ക് പോകാൻ കഴിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ സഹായം കൊണ്ട്, നമ്മുടെയൊക്കെ ഉദാരമതികളുടെ സംഭാവന കൊണ്ട് സൂര്യ സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന കാണാൻ നമുക്ക് കഴിയണം. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്, ഈ സമയത്ത് 1 രൂപ പോലും തന്നാൽ അതിന് 1 ലക്ഷം രൂപയുടെ അത്ര വിലയുള്ള സമയമാണ്. കാരണം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനാണ്. അവരിനി പോകാൻ സ്ഥലമില്ല. കഴിഞ്ഞ ദിവസം നടക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ വക അവർ ജുമാക്ക് പിരിച്ചു കൊടുത്തു. അങ്ങനെ പള്ളികളിൽ നിന്ന് കിട്ടിയ ചെറിയ വേതനമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കണം. മെമ്പർക്ക് 2 വാക്ക് പറയാനുണ്ട്. മോള് +2 പഠിക്കുകയാണ്. കുഞ്ഞിൻ്റെ പഠനം തന്നെ ആകെ 10ാം ക്ലാസ്സിലൊക്കെ കരൾ രോഗം ബാധിച്ച് ഒരുപാട് വർഷം കൊണ്ട് വയ്യാതിരിക്കുകയാണ്. എന്നിട്ട് പോലും 10ാം ക്ലാസ്സിൽ മികച്ചൊരു വിജയം നേടിയ കുഞ്ഞാണ് ഇവള്. ഇവൾക്ക് ഇനിയും +2 നന്നായിട്ട് പഠിക്കണം. അതിനുവേണ്ടി അവളുടെ ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്ത് മോളെ എല്ലാവരുടെ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ, നിങ്ങളും 1 രൂപയെങ്കിലും 1 രൂപ ഒന്ന് അയക്കണേ. ഓക്കെ, നമ്മുടെ അൻസാരി ദുഹൂർ ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് നല്ലൊരു എമൗണ്ട് ആ കുടുംബത്തിലേക്ക് കിട്ടുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. പൊന്നു മനുഷ്യന്മാരെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ മുഖ്യമന്ത്രി, അതായത് പ്രതിപക്ഷ നേതാവായ സമയത്ത് പറഞ്ഞ ഒരു കാര്യം അങ്ങ് അതേമാതിരി 1 മാസം പോലും ആയിട്ടില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട്. അതങ്ങ് നിറവേറ്റി കൊടുക്കുകയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. അതിനുശേഷം തിരുവനന്തപുരത്ത് VV രാജേഷ് ചെയ്ത ആ ഒരു ഞെട്ടിക്കുന്ന അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് തൃശ്ശൂരില്ലാത്തത് ഒരു മ്യൂസിക് അധിഷ്ഠിതമായ ഒരു അക്കാഡമി നമുക്കിവിടെ വളരെ അത്യാവശ്യമാണ്. അതും ജോൺസൻ്റെ പേരിൽ. ഏതൊരു അക്കാഡമിക്കും ഒരു പേര് കൊടുക്കണമല്ലോ. ഇപ്പം നമ്മൾ ജോൺസൺ ട്രസ്റ്റ് കുറേ കാലമായിട്ട് നടക്കുന്നു. പഴയ ജോൺസൺ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനാണ് ഇതുവരേക്കും മലയാളത്തിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും 100% എന്ന് ഞാൻ പറയും. എൻ്റെ അഭിപ്രായമാണ്. ഒരു മ്യൂസിക് അക്കാഡമി ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചാൽ തൃശ്ശൂർക്കാരുടെ എല്ലാവിധ സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കുണ്ടാകും. ജോൺസന്റെ പേരിലുള്ള ഒരു മ്യൂസിക് അക്കാഡമി തൃശ്ശൂരിൽ വേണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു പ്രയോറിറ്റി ലിസ്റ്റിൽ അതുണ്ടാവും. അത് ചെയ്യും. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ചു പോവാം. മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാഡമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നിമിത്തം മാത്രമാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് ഇത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു അഭിപ്രായമോ ഒരു ചിന്തയോ ഒരു സെക്കൻഡ് തോട്ടോ ഇല്ലാതെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് അന്ന് തന്നെ അദ്ദേഹം അത് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഒരു വെറും വാക്ക് പറയുന്നതായിട്ടാണ് നമ്മൾ ചിന്തിച്ചുള്ളൂ. പക്ഷേ അദ്ദേഹം അവരുടെ സ്ഥാനം ബഡ്ജറ്റിലല്ല, മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും വിളിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ അദ്ദേഹമായിട്ട് പരിചയമുള്ളവരോടൊക്കെ ഇങ്ങനെ നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞ വാക്ക് വെറും വാക്കല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് എനിക്ക് ഐ ബിക്കെയിം വെരി ഇമോഷണൽ. കാരണം അങ്ങനെ ഒരു ആ നേരത്തും അതിനെക്കുറിച്ച് ഓർത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം നിങ്ങൾക്ക് അറിയാലോ അവിടുത്തെ എന്താണ് ബഹളം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സത്യപ്രതിജ്ഞയുടെ തലേദിവസമാണേ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു സോ ഗുഡ് അബൌട്ട് ഇറ്റ് അല്ലേ, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷേ ഇത് പിന്നെ എപ്പോഴാണ് ഇത് നടക്കുന്നത്, വല്ലപ്പോഴൊക്കെ വരുമായിരിക്കും എന്ന് പറയും. പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റ് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിനോട് നമ്മളെല്ലാവരോടും നന്ദി പറയുകയാണ്. ഓക്കെ, ഒരു കാര്യം പറയാം. അതാണ് VD സതീശൻ. ഓക്കെ, പറഞ്ഞതെല്ലാം അങ്ങേര് നോക്കൂ. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ KSRTC നടപ്പിലാക്കിയിട്ടില്ലേ, ആശാ വർക്കർമാർക്ക് കൊടുത്തിട്ടില്ലേ. നമ്മളിപ്പോൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും നമ്മൾ കാണുന്നത് പ്രഖ്യാപിക്കുന്നത് മാത്രമാണ്. അഥവാ 100 ഐറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 നടപ്പിലാക്കാൻ 2-3 വർഷം എടുക്കുന്നുണ്ട് കേന്ദ്രത്തിലൊക്കെ. ഇത് നോക്കൂ, 1 മാസം പോലും ആയിട്ടില്ല അങ്ങ് ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ നടപ്പിലായി കഴിഞ്ഞ്. ഭയങ്കര സംഗതി തന്നെയാണ് നമ്മുടെ VD സതീശൻ. പൊന്നു മനുഷ്യന്മാരെ, നല്ലത് ചെയ്താൽ നല്ലത് പറയണം. നമ്മുടെ ഈ പറയുന്ന തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ്, അതായത് അവിടെയുള്ള ഹോട്ടലിൽ റെയ്ഡ് ചെയ്യുകയാണ്.
ഞാനൊരു കാര്യം പറയാം, ആ ഹോട്ടൽ കൃഷ്ണൻ്റെ ഹോട്ടലുമുണ്ട്, വിൻസെൻറ്റിൻ്റെ ഹോട്ടലുമുണ്ട്, മുഹമ്മദിൻ്റെ ഹോട്ടലുമുണ്ട്. അങ്ങനെ 100 കണക്കിന് ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്തത് 2-3 ദിവസത്തെ ഫുഡൊക്കെയാണ്. നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ നല്ല ഹോട്ടലിൽ പോയാൽ 100-300 ഉറുപ്പ്യെങ്കിലും കൊടുക്കണ്ടേ കുറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ പൈസ കൊടുത്തിട്ട് നമ്മൾ മറ്റേ 2-3 ദിവസത്തെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് തെറ്റല്ലേ? അതിനെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ രാജേഷ്. ആ മേയർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് പലയിടത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തന്നെ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഹോട്ടൽ ഉടമകളുമായിട്ടൊക്കെ ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതാ സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ളവർ ആരോഗ്യപരിപാലന രംഗത്ത് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്, വിതരണം ചെയ്യുന്നതെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങി. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായിട്ട് ഈടാക്കി. അതോടൊപ്പം തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ ഇനിയും ശക്തമായ റെയ്ഡ് ഉണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തട്ടുകടകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇനി രാത്രികാലങ്ങളിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും, അതിലൊരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഹോട്ടൽ പൂട്ടാൻ തയ്യാറാകണം. ഒരു കാരണവശാലും ആരോട് ഒരു കോംപ്രമൈസും ഇല്ല. മുഖം നോക്കാതെയുള്ള നടപടികൾ, ശക്തമായ നടപടികൾ. പാളയം മാർക്കറ്റിൽ ഏതു തരത്തിലുള്ള നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ അതിനേക്കാൾ ശക്തമായുള്ള നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥർ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുന്നു. ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് ശാസ്തമംഗലം, ഹോട്ടൽ പങ്കായം ബേക്കറി ജംഗ്ഷൻ പാളയം, അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് മണക്കാട്, അറേബ്യൻ മസാല മണക്കാട്, പൊറോട്ട ഹട്ട് മണക്കാട്, സൈട്ടൂൺ ഹോട്ടൽ മണക്കാട്, പ്രിയസമുദ്ര ഹോട്ടൽ കോവളം. ഇത്രയും ഹോട്ടലുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതിൻ്റെ നടപടികൾ നേരിടുന്ന ഇത്രയും സ്ഥാപനങ്ങളാണ്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ ചെയ്ത സ്ഥാപനങ്ങളാണ്. രാത്രിയും പകലും ഇനിയും തുടരും. ചിലരൊക്കെ തന്നെ വൈകുന്നേരം മാത്രം ഈ പരിപാടിയുള്ളവരുണ്ടല്ലോ, അവിടെ വൈകുന്നേരം സ്പെഷ്യൽ സ്ക്വാഡ് ഇറങ്ങും. ഇപ്പോൾ യൂണിഫോമിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സജ്ജരായിട്ടുണ്ട്. 48 സ്ഥലങ്ങളിലാണ് ന്യൂനതകൾ കണ്ടെത്തിയത്. 7 സ്ഥലങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം ന്യൂനതകൾ 48 കണ്ടെത്തി. അത് ചിലപ്പോൾ അവിടെ വൃത്തിയില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. വെള്ളം, പ്ലാസ്റ്റിക്, പഴകി. അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ച വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് പകുതി തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം, എന്നിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് 48 സ്ഥലം കണ്ടെത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുള്ളതിൽ 7 സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടം ചിക്കൻ ഇവരെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴേക്കും എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇന്നലത്തെ മെനങ്ങാത്ത ചിക്കനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. മുഖം നോക്കാതെ നടപടികൾ. ഏത് സ്റ്റാർ ഹോട്ടലായാലും പരിശോധന ശക്തമാക്കും.
ഈ തലസ്ഥാനത്തെ സംബന്ധിച്ച് മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതും ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഹോസ്റ്റലുകളിലും ഇത്തരത്തിൽ പഴയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന പ്രവണതയുണ്ട്, നിരന്തരം സംഭവിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് വയറിളക്കം അടക്കം പിടിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലുകളിലും റെയ്ഡ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചില്ല എന്നുള്ളൂ, കാരണം അതിനുള്ള സമയം കിട്ടിയില്ല. വൈകുന്നേരം 3 പെൺകുട്ടികൾ തന്നെ ഇവിടെ വന്ന് നേരിട്ട് ഹെൽത്ത് ചെയർമാനോട് കംപ്ലൈൻറ്റ് പറയുകയും അദ്ദേഹം ഉടൻ തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ക്വാഡ് ഉദ്യോഗസ്ഥർ എനിക്ക് തോന്നുന്നു വനിതകളായിരുന്നു, അവർ യൂണിഫോമിൽ തന്നെ, അത് ലേഡീസ് ഹോസ്റ്റലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വനിതകളെ തന്നെയാണ് ചെയർമാൻ അയച്ചത്. യൂണിഫോമിൽ പോയി ആ ഹോസ്റ്റലിൻ്റെ ശക്തമായ പിഴ ഈടാക്കുകയും അതിലടുത്ത നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 3 ഹോട്ടലിൽ തന്നെ മേയറുടെ അറിവോടെ തന്നെ ഒരു 3 ഹോസ്റ്റലിൽ തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. ആ കുട്ടികൾ വന്നപ്പോഴേക്കും ഞാനും കണ്ടിരുന്നു, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിലും ഒരു ദാക്ഷിണ്യവുമില്ലാതെ, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഇതര ജില്ലകളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് വലുതായിട്ട് അറിവില്ല, അവർ കിട്ടുന്ന സ്ഥലത്ത് ഭക്ഷണം വാങ്ങി കഴിക്കും. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ക്വാഡ് ശക്തമാക്കിയിട്ടുള്ളത്. ഞാൻ പറയാം ഒരു കാര്യം കൂടി. 4 സ്ക്വാഡുകളാണ് ഇപ്പോൾ പദാർത്ഥങ്ങളുടെ ഹോസ്റ്റൽ റെയ്ഡിന് വേണ്ടി. കാരണം പലതും ലേഡീസ് ഹോസ്റ്റലാണല്ലോ. അപ്പോൾ ഒരു വനിതാ സ്ക്വാഡിനെ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നു. സ്പെഷ്യൽ തീർച്ചയായും തട്ടുകടകളിലും പരിശോധന ശക്തമാകും. നമുക്കറിയാമല്ലോ, തട്ടുകടകളിൽ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ തട്ടുകടലിൽ ഇരിക്കുമ്പോഴേക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ കടകളും ഞാൻ പറയുന്നില്ല, ചില കടകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്ന കടകളുമുണ്ട്. പക്ഷേ നടത്തുന്നത് ഒരു അവകാശമായിട്ട് സ്ഥാപിക്കുന്ന പലരുമുണ്ട്. തെരുവോര കച്ചവടക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമമുണ്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അതിനെ മറയാക്കിക്കൊണ്ട് വലിയ വലിയ ഹോട്ടലുകൾ നടത്തുന്നവർ ഇപ്പോൾ ഹൈവേയും റോഡും ഒക്കെ തന്നെ ഞങ്ങൾക്ക് കട നടത്താനുള്ള ഒരു കേന്ദ്രമാണെന്നുള്ള അവകാശത്തോടെ നടത്തുന്നവരുടെ ശക്തമായ നടപടികൾ, അതിനുള്ള ഹോംവർക്കിലാണ് ഞങ്ങൾ. ശക്തമായ നടപടികൾ അവിടെ ഉണ്ടാവും.